ചുവട്ടത്തിന്റെ ഒന്നാം നാൾ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് നൽകിയ മഹത്വകരമായ അനുഭവത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. इस हफ्ते के पहले दिन परमेश्वर की आराधना करने के लिए परमेश्वर ने हमें एक महत्वपूर्ण अवसर दिया, इसके लिए मैं परमेश्वर का धन्यवाद देता हूँ. ക്രിസ്തുവിൽ മാന്യനും ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനുമായിരിക്കുന്ന പാസ്റ്റർ ദീപു അവറുകൾ, पास्टर दीपू और उनका परिवार, ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ശ്രേഷ്ഠരായ അനുഗ്രഹീതരായ ദൈവദാസന്മാർ, इस सभा में शामिल हुए वे श्रेष्ठ परमेश्वर के श्रेष्ठ दास, വന്നു ചേർന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എന്റെ വന്ദനത്തെ അറിയിക്കുകയാണ്. और जितने लोग आज शामिल हैं उनको मैं शीघ्र आने वाले मसीह के नाम से वंदना देता हूँ. ഈ മീറ്റിംഗിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സഹോദരിയോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. इस मीटिंग को अनुवाद करने के लिए जो बहन है उनको अभी मैं धन्यवाद देता हूँ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ദൈവവചന ചിന്തയ്ക്കായി നാം आज परमेश्वर के वचन के मनन के लिए प्रेरितों के काम 2 अध्याय से मैं कहना चाहूंगा. ബെന്തിക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. लिखा है, जब पेंतकुस्त का दिन आया तो वे सब एक जगह इकट्ठे थे. एकाएक आकाश से बड़ी आंधी की सी सनसनाहट का शब्द हुआ और उससे सारा घर जहां वे बैठे थे गूंज गया. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ जब पेंतकुस्त का दिन आया, യഹൂദന് പ്രധാനമായി 9 പെരുന്നാളാണുള്ളത്. यहूदियों के लिए 9 तरह के त्योहार होते हैं. पहला जो है वो आदित्य पेसका पसका पेरुनाल का त्योहार है. പെസഹ പെരുന്നാളിന്റെ और പ്രത്യേകത, उसकी विशेष बात ये है, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ കട്ടളക്കാൽമേലും കുറുമ്പടിമേലും അവർ രക്തം പൂശി, കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാൽമേലും കുറുമ്പടിമേലും പൂശി, സംഹാരകൻ അവരുടെ വീട്ടിൽ പ്രവേശിച്ചില്ല. उस समय उन्होंने जो मेमने के लहू को अपने द्वार पर चौखट पर सब लगाया, इसलिए जो नाश करने वाला दूत था उनके पास नहीं पहुंच पाया. അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അവർ പെസഹ പെരുന്നാൾ അവർ ആചരിക്കുന്നത്. उसी को याद करने के लिए वो पेसका के उस दिन को मनाते हैं. അടുത്തത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ്. और अगला है जिस रोटी में खमीर नहीं, उसको वो मनाते हैं. ഇസ്രായേൽ മക്കൾ മാവെടുത്ത് കലത്തിനകത്തിട്ട് വെച്ചു. പുറപ്പെടുന്ന അന്ന് രാത്രിയിൽ മാവെടുത്ത് കലത്തിനകത്തിട്ട് വെച്ചു. और इजराइल के लोगों ने उस आटे को अपने बर्तनों में गूंद कर रखा. അത് പുളിച്ചു പോകാൻ വേണ്ടി ഒരു 6 മണിക്കൂർ എടുക്കുമെന്ന് വിചാരിക്കുക. और उसको खमीर उठने में 6 घंटे लगभग लगते हैं. ഈ 6 മണിക്കൂറിനുള്ളിൽ 30 ലക്ഷം ജനത്തെ മിസ്രൈമിൽ നിന്ന് ദൈവം പുറത്തിറക്കി. और इन 6 घंटों के भीतर 6 लाख लोगों को भी परमेश्वर ने मिस्र के देश से वो बाहर लेकर आए. 30 ലക്ഷം ജനത്തെ പുറത്തിറക്കാൻ കർത്താവിന് 6 മണിക്കൂർ വേണ്ടെങ്കിൽ എന്നെയും നിന്നെയും പുറത്തിറക്കാൻ കർത്താവിന് സെക്കൻഡുകൾ മതി. अगर 30 लाख लोगों को, इजरायलियों को बाहर निकालने के लिए परमेश्वर को 6 घंटे भी नहीं लगे, तो मेरे और आपके छुटकारे के लिए परमेश्वर को ज्यादा समय की जरूरत नहीं. That is emergency anointing. यही एक आपातकालीन अनॉइंटिंग है. ഫാസ്റ്റായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിച്ചുകൊണ്ടിരിക്കുന്നത്. हम ऐसे परमेश्वर की सेवा करते हैं जो बड़े शीघ्र ही हमारे लिए काम कर सकता है. ആ ദിവസത്തിന്റെ ഓർമ്മയായി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അവർ ആചരിക്കാറുണ്ട്. उस दिन को याद करते हुए वो खमीर रोटी का पर्व मनाते हैं. അടുത്തത് ആദ്യഫലക്കറ്റയുടെ പെരുന്നാളാണ്. ആദ്യഫലക്കറ്റ പെരുന്നാൾ. और अगला जो पर्व है वो है पहली कटनी जो होती है उसको वो मनाते हैं. ആദ്യത്തെ കറ്റ കൊയ്തുകൊണ്ടവർ ആലയത്തിൽ കൊണ്ടുവരും. और जो पहली कटनी उनको मिलता है वो लेकर वो परमेश्वर के भवन में आते हैं. അത് പുരോഹിതന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. और वहां के जो पुरोहित हैं उनके हाथ में वो देते हैं. പുരോഹിതൻ അത് ക്രൂശ് പോലെ പുരോഹിതൻ അതിലെ ദൈവസ്ഥലത്തേക്ക് നിരാജനം ചെയ്യുക എന്ന് പറയും അതിന്. और वो उस पुरोहित जो है उस अनाज को, उस पहली कटनी को परमेश्वर के पास लाते हैं. ശരിക്കും അന്തരീക്ഷത്തിൽ ഒരു കുരിശ് വരയ്ക്കുകയാണ്. और वो हवा में, अंतरिक्ष में ही एक क्रूस का चिन्ह बनाते हैं.
അതിനർത്ഥം ഇതാണ്, കർത്താവെ നീ ഞങ്ങൾക്ക് നൽകിയതാണ്, ഞങ്ങൾ അതിനെ പകുത്തെടുക്കുകയാണ്. उसका अर्थ यह है कि परमेश्वर आपने ये हमें दिया और हम इसे आपको समर्पित करते हैं। അത് കഴിഞ്ഞ അതിനുശേഷമുള്ള പെരുന്നാളാണ് പെന്തിക്കോസ് പെരുന്നാൾ. उसके बाद का जो पर्व है वो है पेंतिकोस्त का पर्व। പെന്തിക്കോസ് പെരുന്നാളിന്റെ പ്രത്യേകത, ഇവർ ഈ കറ്റയെല്ലാം കൊയ്തെടുത്ത് ഫലശേഖരമെല്ലാം കഴിഞ്ഞ് അതെല്ലാം ഈ കളപ്പുരക്കകത്ത് ശേഖരിച്ച് വെച്ചതിന് ശേഷം അവർ ദൈവസന്നിധി വന്ന് ആർപ്പിട്ട് സന്തോഷിക്കുന്ന പെരുന്നാളാണ് പെന്തിക്കോസ് പെരുന്നാൾ. ये पेंतिकोस्त का पर्व ऐसा है जहां वो अपनी पहले फसल को काट कर उसको जब भंडार में रख देते हैं, उसके बाद वो बड़े ही धूमधाम से इसको एक पर्व के तौर में खुशी मनाते हैं। അടുത്തത് കാഹളധ്വനി പെരുന്നാളാണ്. और दूसरा है तुरही के आवाज का पर्व। കാഹളധ്വനി പെരുന്നാളിന്റെ പ്രത്യേകത, इस पर्व की विशेषता ये है, പാളയത്തിൽ ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടാൻ വേണ്ടിയായിരുന്നു കാഹളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. तुरही का प्रयोग उस समय तब किया जाता था जब लोगों को इकट्ठा करना होता था। നമുക്കിനി ഒരു കാഹളധ്വനി പെരുന്നാൾ വരുന്നുണ്ട്. हमारे सामने भी एक तुरही का पर्व आने वाला है। കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി അവൻ മേഘത്തിൽ പ്രത്യക്ഷനാകാൻ പോകുകയാണ്. प्रभु यीशु मसीह के दूसरे आगमन में भी उस तुरही की आवाज के साथ यीशु मसीह हमें लेने के लिए फिर से आने वाले हैं। അവന്റെ വരവിൽ പ്രത്യാശയുള്ള ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. और उसकी दूसरे आगमन को बड़ी इच्छा के साथ बाट जोते हुए परमेश्वर के लोगों का मैं धन्यवाद देता हूँ। കാഹളം എന്ന് പറയുന്ന കൊച്ചുകളിയല്ല. तुरही जो है वो एक छोटी बात नहीं। പണ്ട് ഗിദയോൻ 300 പേരുമായി പോയി കാഹളമൂതിയപ്പോൾ ഒരു രാജ്യത്തെ പരാജയപ്പെടുത്തി. पुराने नियम में जब गिदोन ने तुरही फूकी तो उसने एक राज्य के ऊपर जय प्राप्त करी। പണ്ട് ഇസ്രായേൽ മക്കൾ യെരിഹോ കോട്ടയുടെ ഫ്രണ്ടിൽ നിന്ന് കാഹളമൂതിയപ്പോൾ ആ കോട്ട ഭൂമിയിൽ നിന്ന് മാഞ്ഞുപോയി. और पुराने नियम में जब इजरायलियों ने यरीहो की दीवार के सामने तुरही को फूका तब वो जो दीवार थी वो ढह गई। കാഹളമൂതിയപ്പോൾ കോട്ട തകർന്നെങ്കിൽ ഇനി കാഹളമൂതുമ്പോൾ കല്ലറ തകരുന്നൊരു കാലം വരുന്നുണ്ട്. अगर उस समय तुरही के बजने पर वो दीवार ढह गई तो आने वाले समयों में इसी तुरही के बजने पर कब्र खुलने का समय आ रहा है। അടുത്തത് പാപപരിഹാര പെരുന്നാളാണ്. अगला पर्व जो है वो हमारे पाप से छुटकारे का पर्व है। പുരോഹിതൻ കൈക്കുമ്പിളിൽ രക്തവുമായി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുന്ന ജനത്തിനു വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് പാപപരിഹാര പെരുന്നാൾ. ये एक ऐसा दिन है जहां पुरोहित अपने हाथों में उस मेमने के लहू को लेकर उस अति पवित्र स्थान में वो प्रवेश करते हैं। ഇതുപോലെ രക്തം ചീന്തി ആ കൊണ്ടുപോകുന്ന രക്തത്തിനകത്ത് നിന്ന് ഇറ്റിറ്റ് താഴെ വീഴും. അതുപോലെ നമ്മുടെ കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ചിന്തി അവൻ ക്രൂശിക്കപ്പെട്ടു. जिस तरह जब वो अपने दोनों हाथों में उस लहू को लेकर जाते हैं तो बूंद बूंद लहू जमीन पे गिरता है, वैसे ही एक दिन हमारे यीशु मसीह का लहू भी शरीर भी छेदा गया और उसका लहू इस जमीन पर गिरा। അവസാനത്തെ പെരുന്നാൾ കൂടാര പെരുന്നാളാണ്. और अंत का पर्व जो है वो है डेरे का पर्व। കൂടാര പെരുന്നാളിന്റെ പ്രത്യേകത, ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ മരുഭൂമിയിലിട നടത്തി. ആ സമയത്ത് ഇസ്രായേൽ മക്കൾ കൂടാരങ്ങളിലായിരുന്നു പാർത്തത്. इस पर्व के विशेष बात ये है कि जब परमेश्वर इस्राएलियों को मिस्र में से बाहर लेकर आए तो वो उस झुंड को रेगिस्तान के मध्य में से लेकर आए, और जब वो रेगिस्तान में थे वहां उन्होंने छोटे छोटे डेरों में अपना जीवन बिताया। അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇവർ കൂടാരങ്ങൾ കിട്ടും. എന്നിട്ട് ആ 7 ദിവസങ്ങൾ അവർ കൂടാരത്തിനകത്തിരിക്കും. എന്നിട്ട് കല്ലൊക്കെ എടുത്ത് അതിനകത്ത് വെച്ച് ആ കല്ലിലൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ഊരി വരുന്ന വെള്ളമെല്ലാം അവർ കുടിച്ച്, അങ്ങനെ ഇതൊരു ഓർമ്മയ്ക്കായിട്ട് പണ്ട് ദൈവം പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു, ഇതിന്റെ ഓർമ്മയ്ക്കൊക്കെ ആയി അങ്ങനെ അവർ ചെയ്യും. और इसी बात को याद करते हुए कि किस तरह परमेश्वर उनको रेगिस्तान में से लेकर आए, वो उस पर्व को मनाते समय अपने तंबू बनाते हैं और उसके अंदर पत्थरों को रखकर उसके ऊपर से पानी बहाते हैं और वही पानी को वो पीते हैं, ये याद करने के लिए कि किस तरह चट्टान में से परमेश्वर ने उन्हें मधुर पानी को भी पिलाया।
ഈ പെരുന്നാളിന്റെ അവസാനത്തെ ദിവസമാണ് യേശു നിന്നുകൊണ്ട് പറഞ്ഞത്, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അരികിൽ വരിക, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും എന്ന് കർത്താവ് പറഞ്ഞു. इसी पर्व के बारे में ही यीशु मसीह ने भी कहा कि नए नियम में ऐसा कहा कि जो जो प्यासा है वो मेरे पास आए और मुझसे पिए, क्योंकि मुझसे ही उस जीवन के जल को वो पा सकते हैं. വേറെ രണ്ട് പെരുന്നാളിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് എസ്തേറിന്റെ പുസ്തകമാണ്. പൂർ എന്ന ചീട്ട് പുരീം എന്നുള്ള പെരുന്നാളാക്കി കർത്താവ് മാറ്റി. और एस्तेर की पुस्तक में एक और पर्व के बारे में हम जानते हैं. അടുത്തത് പ്രതിഷ്ഠോത്സവമാണ്. और उसका अगला है जहां पे एक डेडिकेशन किया जाता है. അവരുടെ പള്ളി, അവരുടെ ആലയം തകർത്തതിന് ശേഷം അത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ആ ദിവസത്തെ അവർ ഓർത്ത് അവർ നടത്തുന്ന പെരുന്നാളാണ് ഈ പെരുന്നാൾ. उनका आराधनालय को तोड़ा गया था, लेकिन फिर से जब वो पुनर्निर्मित हुआ, वो उसको याद करके उसको डेडिकेट करते हुए उस पर्व को मनाते हैं. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നു. मैं अपने विषय की ओर वापस आऊंगा. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ, जब पेंतिकुस्त का दिन आया, പെന്തിക്കോസ്ത് നാളിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. पेंतिकुस्त के दिन के विशेष बात क्या है, ये मैंने आपसे अभी बांटा है. പെന്തിക്കോസ്ത് നാളിൽ അവർ ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് ആലയത്തിൽ വന്ന് ആർപ്പിടുന്ന ദിവസമാണ് പെന്തിക്കോസ്ത് നാൾ. पेंतिकुस्त का पर्व ऐसा पर्व था जहां लाखों की संख्या में लोग मिलकर ऊंची आवाज में जय जयकार करते थे. ലക്ഷക്കണക്കിന് പേർ ഒന്നിച്ച് ആലയത്തിൽ ആർപ്പിടുമ്പോൾ മറുഭാഗത്ത് ഒരു 120 പേർ ഇരുന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. और जब एक और लाखों की संख्या में लोग जय जयकार कर रहे थे, तो दूसरी ओर 120 लोग एक ऊपरी कोठरी में बैठकर आराधना कर रहे थे. ലക്ഷങ്ങൾ ഇരുന്ന് ആർക്കുന്ന ശബ്ദത്തിന്റെ മുകളിലാണ് 120 പേരുടെ ശബ്ദം ഉയർന്നത്. लाखों की संख्या में जो लोग थे, उनकी आवाज से भी बहुत ऊंची थी ये 120 लोगों की आवाज. ശരിക്കും ഒരുമനപ്പെട്ട് 5 പേരോ 10 പേരോ ഇരുന്നാൽ മതി. പക്ഷെ ഒന്നിച്ച് വെളിപ്പെടുന്ന ശബ്ദം ഇതൊരു മുഴക്കമാണ്. ഇത് ദേശത്ത് ഇത് പ്രതിധ്വനിക്കുന്നു. वास्तव में एक या दो लोगों का एक साथ मिलकर जय जयकार करना ही काफी है. हमारे देश में उस जय जयकार की गूंज का असर हमें देखने को मिलेगा. പണ്ടൊക്കെ 2 പേർ ഒന്നിച്ച് കിട്ടിയാൽ, ദൈവദാസന്മാരാകട്ടെ ദൈവമക്കളാകട്ടെ 2 പേർ ഒന്നിച്ച് കിട്ടിയാൽ അപ്പോൾ തന്നെ പായ്ക്കകത്തിരിക്കും, ഒന്നിച്ച് കരമടിച്ച് ആരാധിക്കാൻ തുടങ്ങും. और पहले के दिनों में भी एक या दो जन अगर आपस में मिलते थे तो वो एकदम अपने घुटनों पे आकर मिलकर परमेश्वर की आराधना करते थे. വലിയ ദൂതൊന്നും കിട്ടണ്ട, 1-2 വാക്കൊക്കെ കിട്ടിയാൽ മതി, പിന്നെ അങ്ങോട്ട് ആരാധനയാണ്. और बहुत बड़े संदेश की जरूरत नहीं थी. एक या दो शब्द भी भविष्यवाणी के तौर पे अगर मिल जाए, वही सुनकर बहुत आयत से वो आराधना करते थे. ഒന്നും തെളിഞ്ഞു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. തെളിഞ്ഞു കിട്ടിയില്ലെങ്കിലും ആരാധന ഭയങ്കരമായ ആരാധനയാണ്. अगर कुछ हमें साफ साफ दिखाई भी ना दे या सुनाई ना दे, उसकी भी जरूरत नहीं. एक जरा सा संदेश मिल जाए, बहुत आयत से हम आराधना करते थे. കാര്യങ്ങളെല്ലാം തെളിഞ്ഞു കിട്ടിയാലും ആരാധന വെളിപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. लेकिन आज का समय ऐसा है कि हमारी बातों को अगर साफ साफ हम आज देख भी पाए तो भी हम अच्छे से आराधना नहीं कर पाते. നഷ്ടപ്പെട്ട ആരാധനകളിലേക്കൊക്കെ നാം എല്ലാം തിരിച്ചു വരണം. हम उस आराधना को जो हमसे नष्ट हो गया है उसकी ओर आज लौट आए. പെന്തിക്കോസ്തിന്റെ അനുഭവം നമ്മിൽ നിന്ന് കൈമോശം സംഭവിക്കരുത്. पेंतिकोस्त के उस अनुभव को हम ना खोएं. അവരെല്ലാവരും ഒന്നിച്ചു കൂടിയെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. वचन में लिखा है कि वो सब एक साथ एक जगह पर इकट्ठे हुए. കർത്താവ് 500-ലധികം പേർക്ക് പ്രത്യക്ഷനായതാണ്. पर यीशु मसीह 500 से भी ज्यादा लोगों को अपने मृत्यु से जी उठने के बाद उनके सामने प्रकट हुए. പക്ഷെ 120 പേരെ കർത്താവിന്റെ സന്നിധിയിൽ ആരാധനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അഭിഷേകം പ്രാപിക്കാൻ 120 പേരെ ഉണ്ടായിരുന്നു. लेकिन परमेश्वर के उस अभिषेक को पाने के लिए केवल 120 लोग वहां थे. ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിരിയാൻ തുടങ്ങി. और एक एक व्यक्ति एक एक बहाना देकर वो एक एक बात कहकर वो उस सभा से जाने लगे. ചിലര് പറഞ്ഞ് പേട്ടുപിടിച്ച 2 ആടുണ്ട്.
किसी ने कहा कि मेरे घर पे 2 भेड़ें हैं। ചിലർക്ക് 4 കോഴിയുണ്ട്, कुछ लोगों के पास 4 मुर्गियां थी 3 താറാവുണ്ട്. या 3 बतखें हैं, പോണം. मुझे वापस जाना है। അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ഓരോരുത്തർ പിരിയാൻ തുടങ്ങി. ऐसी छोटी छोटी बातें बताकर, बहाने बताकर वो वहां से वापस लौटने लगे। അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് 120 പേർക്കൊന്നും ഇല്ലെന്ന് വിചാരിക്കരുത്. तो आप ये ना समझे कि इन 120 लोगों के पास कुछ भी नहीं था। ഇങ്ങനെയൊക്കെ പറയാനായിരുന്നെങ്കിൽ അവർക്കും ഉണ്ടായിരുന്നു. अगर ऐसे बातें कहनी थी तो इन लोगों के पास भी ये सब एक्सक्यूज थे। പക്ഷെ അവർക്ക് മനസ്സിലായി അവര് പറയുന്ന എല്ലാത്തേക്കാൾ വലുതാണ് ദൈവം പകരുന്ന അഭിഷേകം. लेकिन वो लोग समझ गए कि इन लोगों के बातों से भी ज्यादा बढ़कर है परमेश्वर का वो अभिषेक। നിങ്ങൾ പറയുന്ന ഏത് വലിയ കാര്യത്തെക്കാൾ വലുതാണ് ദൈവം പകരുന്ന അഭിഷേകം. आप जो भी बातें कहते हैं उससे भी बढ़कर वो अभिषेक है जो परमेश्वर आपके ऊपर उंडेलता है। അതിനുവേണ്ടി ഒരുങ്ങുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. और उस अभिषेक के लिए जो तैयार होते हैं इसके लिए मैं परमेश्वर का धन्यवाद देता हूँ। എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പോഴത്തെ ലോക്ക്ഡൌണും പരിപാടികളും ഒക്കെ. मुझे इस बार का लॉकडाउन बहुत ही पसंद आया है। ഒരുത്തർക്കും ബിസി ഇല്ലല്ലോ. कोई भी व्यस्त नहीं है अब। നല്ല കാര്യമാണ്. बहुत अच्छी बात है। ഉള്ള കഞ്ഞി കുടിക്കുക, വീട്ടിലിരിക്കുക. जो भी घर में खाने को है खाएं और घर पे ही बैठे। പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ഇപ്പൊ ബിസി ഇല്ലല്ലോ. നല്ല കാര്യം. पहले जिस तरह हम कहते थे कि हम बहुत बिजी हैं वैसा आज कहने को नहीं है। അനുഭവിക്കുക. इसलिए इसका भी आप अनुभव करें। ദൈവസന്നിധിയിൽ ഇരിക്കാൻ അവസരം കിട്ടുന്നതെല്ലാം അത് ശ്രേഷ്ഠമായി കരുതിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നവർ അത് തന്നെയാണ് ഏറ്റവും വലിയ സമയമെന്നും അതാണ് ഏറ്റവും വലിയ നന്മയെന്നും അതാണ് ഏറ്റവും വലിയ അനുഭവമെന്നും ഈ ദിവസങ്ങളിൽ നാം തിരിച്ചറിയണം. हम इन दिनों में ये पहचान ले कि परमेश्वर की उपस्थिति में बैठना ही सबसे श्रेष्ठ है, सबसे बहुमूल्य है। यही हमारे लिए आशीष का कारण है। ഇവർ 120 പേരടങ്ങുന്ന സംഘം ഒന്നിച്ചിരുന്നു. അവർ പ്രാർത്ഥിക്കുക. 10 ദിവസമാണ് അവർ ഇരുന്നത്. 120 लोग एक जगह इकट्ठे होकर बैठे, प्रार्थना करने बैठे और 7 दिन वो लोग बैठे। അഭിഷേകം പ്രാപിക്കാത്തവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു നല്ല സന്ദേശം പറയാം. जिन्होंने अब तक अभिषेक नहीं पाया, अगर वो आज मुझे सुन रहे हैं तो आपसे मैं एक ऐसा संदेश कहूंगा। 10 ദിവസം നിങ്ങൾ കാത്തിരുന്നാൽ മതി, അഭിഷേകം പ്രാപിക്കും. केवल 10 दिन आप परमेश्वर की उपस्थिति में इंतजार में रहें, परमेश्वर आपके ऊपर अभिषेक जरूर उंडेलेगा। അത് ഞാൻ വേദപുസ്തകത്തിലെ കണക്ക് ഞാൻ പറഞ്ഞതാണ്. ये मैंने बाइबल का एक हिसाब आपको बताया है। ദൈവശക്തി ഏത് നിമിഷമാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നതെന്ന് പ്രവചിക്കാനേ പറ്റുകയില്ല. किस क्षण ये परमेश्वर की शक्ति परमेश्वर हमारे ऊपर उंडेलेंगे इस बारे में कोई भी भविष्यवाणी नहीं कर पाएगा। ഓരോരുത്തർ അഭിഷേകം പ്രാപിക്കുന്ന ഓരോ ലെവലിലാണ്, ഓരോ നിലയിലാണ്. हर एक व्यक्ति अलग अलग स्तर पर परमेश्वर से अभिषेक पाता जाता है। തിരുവല്ലയിൽ ഒരു കർത്താവിന്റെ ദാസൻ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ഒത്തിരി ഓടിയ മനുഷ്യൻ. एक परमेश्वर के दास हमारे केरला तिरुवल्ला में है। वो परमेश्वर के इस अभिषेक को पाने के लिए उन्होंने काफी भाग दौड़ मेहनत की। ഒത്തിരി പവർ കോൺഫറൻസുകളിലും മീറ്റിങ്ങുകളെല്ലാം പോയി അദ്ദേഹം അറ്റൻഡ് ചെയ്തു. അദ്ദേഹം അഭിഷേകം പ്രാപിച്ചില്ല. अनेक सभाओं में गए, पारो कॉन्फ्रेंस में गए, मीटिंग में गए, लेकिन वो अभिषेक नहीं प्राप्त कर पाए। ഒരു കർത്താവിന്റെ ദാസനുമായി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ബൈക്കിൽ തിരിച്ചു വരുമ്പോൾ एक बार ऐसे ही सभा की मीटिंग के बाद वो बाइक पर अपने वापस जा रहे थे। ഒരു വചനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വചനത്തെ കുറിച്ചെല്ലാം പറഞ്ഞു വരികയായിരുന്നു. और जो वचन कहा गया था उसी को बोलकर वो ध्यान करते हुए आ रहे थे। പെട്ടെന്ന് ബൈക്കിന്റെ പുറകിലിരുന്ന മനുഷ്യൻ അഭിഷേകം പ്രാപിച്ചു. एकदम ही बाइक में पीछे उनके संग जो सवार थे उन्होंने अभिषेक पाया ഭയങ്കരമായ അദ്ദേഹം ആരാധിക്കാൻ തുടങ്ങി. और बहुत जोर से वो परमेश्वर की आराधना करने लगे। ഈ ദേവദാസൻ ആ ബൈക്ക് അവിടെ നിർത്തി. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ബൈക്ക് മറിയാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. അദ്ദേഹം വാഹനം അവിടെ നിർത്തി. इस परमेश्वर के दास जो वाहन चला रहे थे उनको समझ आया कि बाइक गिर सकता है, ये चलती हुई बाइक में वो आराधना कर रहे हैं, इसलिए उन्होंने अपनी बाइक को साइड में लगा दिया। ആ ദേവദാസൻ പുറത്തേക്ക് ഈ ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി അദ്ദേഹം വീണ്ടും ആരാധിക്കാൻ തുടങ്ങി. അദ്ദേഹം ആരാധിച്ച് താഴ്ത്ത് കണ്ടത്തിലേക്ക് മറിഞ്ഞു വീണു. और ये बाइक में जो पीछे सवार थे वो वहां रास्ते में भी खड़े होकर
इतनी जोर की आराधना करने लगे, वो आराधना करते करते एक खेत में जा गिरे। ആ പ്രാപിച്ചതല്ലേ ആ സമയത്ത് ഒരുപാട് സമയം അവിടെ കിടന്ന് ദൈവത്തെ ആരാധിച്ചു. क्योंकि उन्होंने वो अभिषेक उस वक्त पाया, इसलिए उन्होंने बहुत ही लगाव के साथ परमेश्वर की आराधना वो करते गए। ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെന്നപ്പോ इन सब के बाद जब वो घर में पहुंचे, ശരീരത്ത് ഡ്രസ്സിൽ മുഴുവൻ ചെളിയാണ്. പക്ഷെ ആ സഹോദരി പറഞ്ഞൊരു വാക്ക്, ആദ്യമായിട്ട് ഈ കർത്താവിന്റെ ദാസനെ അന്ന് രാത്രിയിൽ ആ സമയത്ത് ചെന്ന് കയറിയ ഉടനെ കണ്ടപ്പോൾ ആ സഹോദരി പറഞ്ഞ വാക്ക് ശ്രദ്ധേയമാണ്. और जब वो घर पहुंचे तो उनके शर्ट में काफी धूल मिट्टी लगी हुई थी, और जब वो घर पहुंचे तो वहां परमेश्वर की दासी थी, उन्होंने ऐसा कहा, അച്ഛാ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചല്ലേ എന്ന് ചോദിച്ചു. उन्होंने पूछा कि आपने लगता है अभिषेक पाया है। മുഖത്ത് സന്തോഷവും ശരീരത്തിലെ ചെളിയും കണ്ടപ്പോൾ സഹോദരിക്ക് കാര്യം മനസ്സിലായി, ഇത് അഭിഷേകം പ്രാപിച്ചു വരികയാണ്. उनके चेहरे की रौनक, चेहरे की खुशी को देखकर और कपड़े के जो कपड़ों पे मिट्टी धूल लगा हुआ था उसको देखकर वो समझ गई कि इन्होंने जरूर परमेश्वर से अभिषेक पाया है। വിട്ടുകൊടുത്തേക്കണം, ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുത്തേക്കണം. ആത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്ന പോലെ വിട്ടേക്കണം. इसलिए जब भी परमेश्वर की अभिषेक हम पर उतर आए तो हम अपने नियंत्रण को हमसे छोड़ दें, पवित्र आत्मा के नियंत्रण में हो जाएं, और जैसा पवित्र आत्मा हमें अगुवाई देता है वैसा ही करें। എനിക്ക് നല്ല പരിചയമുള്ള പാമ്പാടിക്കാരനായ ഒരു കർത്താവിന്റെ ദാസനുണ്ട്. केरला के एक और प्रदेश में से परमेश्वर के एक दास हैं जिन्हें मैं अच्छे से जानता हूँ। ആ ദേവദാസൻ ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ അദ്ദേഹം അഭിഷേകം പ്രാപിച്ചിട്ടില്ല. जब वही परमेश्वर के दास एक कलीसिया का नेतृत्व दे रहे थे, उस समय वो अभिषेक से भरे हुए नहीं थे। അദ്ദേഹത്തിന്റെ വിശ്വാസികൾക്ക് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, ദൈവമേ ഞങ്ങളുടെ പാസ്റ്റർ അഭിഷേകം പ്രാപിക്കണം. उनके विश्वासियों की सबसे मुख्य प्रार्थना का विषय यह था कि हे परमेश्वर, हमारे सामने जो परमेश्वर के दास हैं उनको भी आप अभिषेक दें। ഒരുപാട് മീറ്റിംഗുകൾ ആ ദേവദാസൻ അറ്റൻഡ് ചെയ്തു അഭിഷേകം പ്രാപിക്കാൻ. उन्होंने भी कई मीटिंग, कई सभाएं अटेंड की ताकि वो परमेश्वर से अभिषेक प्राप्त कर सके। ഒരിക്കൽ അദ്ദേഹം തന്റെ മുറിക്കകത്തിരുന്ന് വളരെ സങ്കടത്തോടു കൂടി ദൈവസന്നിധി പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്റെ മേൽ അഭിഷേകം നൽകിയേ പറ്റൂ. एक बार उन्होंने भी अपने कमरे में बड़े दुख के साथ परमेश्वर के सामने प्रार्थना की कि हे परमेश्वर, आप मुझे किसी ना किसी तरह अभिषेक दे दें। ശക്തി തന്റെ ശരീരത്തിലേക്ക് വ്യാപരിച്ച് ആ മനുഷ്യൻ ആലോറി വിളിച്ച അഭിഷേകത്തോടെ ആ അന്യഭാഷയോടുകൂടി സ്തുതിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞു. और परमेश्वर ने उनकी प्रार्थना को सुनकर उस अभिषेक को उस पर उंडेला, और उस वक्त वो बड़े जोर से परमेश्वर की आराधना करने लगे, और कमरे में ही बहुत आयत से वो जय जयकार और आराधना करने लगे। അഭിഷേകം അത് നീ എവിടെയായിരുന്നാലും ഏത് മുറിക്കകത്തായിരുന്നാലും അവിടെ വന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പിടിക്കും. आप चाहे किसी भी जगह में क्यों ना हो, या अपने घर के कमरे में ही क्यों ना हो, चाहे कहीं पे भी हो, परमेश्वर जब अपना अभिषेक भेजता है तो पवित्र आत्मा आपका नियंत्रण उस वक्त ले लेता है। അദൃശ്യ മണ്ഡലത്തിലുള്ള കൊറോണയെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അദൃശ്യ മണ്ഡലത്തിലുള്ള പരിശുദ്ധാത്മാവിനെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? हमारे सामने ये कोरोना है जिसको हम अपनी आंखों से देख नहीं सकते। इस अदृश्य कोरोना पर कितने लोग विश्वास करते हैं, लेकिन उस अदृश्य परमेश्वर के अभिषेक को कोई विश्वास नहीं कर पाता। അദൃശ്യ തലത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വർഗം വെച്ചിട്ടുണ്ട്. अदृश्य स्तर पर पवित्र आत्मा को परमेश्वर ने ठहराया हुआ है। ഇവിടെ വായിച്ചത് ആ വീട് മുഴുവൻ ദൈവസാന്നിധ്യം കൊണ്ട് നിറച്ചെന്നാണ്. കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. നമ്മുടെ നന്മ വരുന്നത് ആകാശത്തു നിന്നാണ്. हम यहाँ पढ़ सकते हैं कि बड़ी आंधी की सी सनसनाहट का शब्द हुआ, और ऐसी आकाश से वहां पर बात हुई। हमारी सारी आशीषें भी उस स्वर्ग से, आकाश से आती हैं। സൈഡിൽ നിന്നോ നമ്മുടെ കൊച്ചപ്പന്റെ അരികിൽ നിന്നോ ചിറ്റപ്പന്റെ അരികിൽ നിന്നല്ല നമുക്ക് നന്മ വരുന്നത്. നമ്മുടെ നന്മ വരുന്നത് ആകാശത്തു നിന്നാണ്. हमारी भलाइयां, हमारे आशीष हमारे किसी पड़ोसी के यहाँ से नहीं, लेकिन स्वर्ग के परमेश्वर की ओर से आती हैं। നീ ഒന്ന് നോക്കിക്കേ, ആകാശം തുറന്നു കിടക്കുകയാണ്. അപ്പൊ നമുക്കറിയാം നമുക്ക് നന്മ വരാനുള്ള മുഴുവൻ ചാൻസും അവിടെ നിന്ന് വെളിപ്പെട്ട് കിടക്കുകയാണ്. വഴി തുറന്നു കിടക്കുകയാണ്. മുകളിലേക്കുള്ള വഴി തുറന്നു കിടക്കുകയാണ്. आप अपनी आंखों से देखें, आकाश आज भी खुला पड़ा हुआ है,
इसका अर्थ यही है कि हमारी आशीषों के दरवाजे सब वहीं से हैं। സൈഡിലേക്ക് നോക്കുമ്പോൾ ആ വഴി അടഞ്ഞതായിട്ട് തോന്നുന്നു. ആകാശത്തേക്ക് നോക്ക്, സംഭവം തുറന്ന് കിടക്കുക. हम अपने साइड में देखें तो हमारे शायद रास्ते बंद नजर आए, लेकिन आकाश की ओर, स्वर्ग की ओर देखें, वहीं पर हमारे लिए रास्ते खुले हैं। ദൈവ സാന്നിധ്യം കൊണ്ട് ആ മുറിക്കകം മുഴുവൻ നിറച്ചു. और परमेश्वर की उपस्थिति से वो कमरा पूरा भर गया। ഇതുപോലെ ദൈവ സാന്നിധ്യം പണ്ട് ആലയത്തിനകത്ത് ഇറങ്ങി പുരോഹിതന്മാർ ചാടി പുറത്തിറങ്ങി. इसी तरह पुराने नियम में भी परमेश्वर की जो उपस्थिति है वो आराधनालय में भर गई, इस तरह भर गई कि पुरोहित वहां सेवकाई नहीं कर पाए, वो बाहर निकल गए। അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി എന്ന് ദൈവത്തിന്റെ വചനം. परमेश्वर के वचन में लिखा है कि वहां आग की सी जीभें फटती हुई दिखाई दी। അഗ്നിയെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളോടുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കാം. इस अग्नि के बारे में कई बातें बताने को हैं, लेकिन उनमें से एक या दो बातों को केवल बताकर मैं आपके सामने प्रस्तुत करूंगा। കരിഞ്ഞു നിൽക്കുന്ന മുള്ളുകൾക്കിടയിൽ കത്തി നിൽക്കുന്ന ഒരു മുള്ളിനെ പുറപ്പാട് പുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. निर्गमन की पुस्तक में हम एक ऐसी झाड़ी को देख सकते हैं जिस पर अग्नि लगी हुई है, लेकिन वो जल नहीं रही थी। ഈ ഒരു മുള്ളാണെങ്കിൽ നിന്റെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങും. अगर आप एक कांटे के समान हैं तो भी परमेश्वर का अभिषेक, उपस्थिति आपके ऊपर उतरेगा। എന്താണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? मेरे कहने का अर्थ क्या है? മുള്ളുപോലെ നാം ജീവിക്കണം. മറ്റുള്ള വിഷയങ്ങളിൽ മുള്ളുപോലെ നാം നിൽക്കണം. ആവശ്യമില്ലാത്തതൊന്നും നമ്മുടെ ജീവിതവുമായി അടുപ്പിക്കരുത്. कई विषयों पर हम एक कांटों के समान बने रहे, कुछ भी जो हमारे जीवन के लिए जरूरत नहीं है वो हमारे जीवन में की ओर आने ना पाए। അനാവശ്യമായിട്ട് ഒരു കാര്യവും നമ്മുടെ ജീവിതവുമായി അടുപ്പിക്കാതിരുന്നാൽ 2021 ദൈവം നിന്റെ മേൽ കത്തിയിറങ്ങും. अगर हम ऐसा करेंगे तो इस 2021 साल में परमेश्वर आपके ऊपर उतर आने को तैयार है। ഉയരത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം നിന്റെ മേൽ കത്തിയിറങ്ങും. നീ നിന്ന് കത്തും ആത്മാവിൽ. स्वर्ग से परमेश्वर की उपस्थिति एक आग के समान आपके ऊपर उतरेगी। आप परमेश्वर की उपस्थिति में बड़े बड़े आग के समान रहेंगे। ചന്ദ്രക്കും മേശക്കും അബേദ്നെഗോവും ഇവരെ മൂന്നുപേരെയും തീക്കുണ്ടത്തിനകത്തേക്ക് ഇടാൻ പോവുകയാണ്. शद्रक, मेशक और अबेदनेगो को भी उस आग की भट्टी में डाला जाने वाला था। അപ്പൊ അവരോട് നമുക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുൻപരിചയമുണ്ടോ എന്ന് അവരോടൊന്ന് ചോദിക്കാം. हम उनसे ऐसा प्रश्न भी कर सकते हैं कि क्या आपको पहले इस अग्नि में जाने का पहले कोई एक्सपीरियंस या पहले कोई परिचय है? തീയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോ എന്നൊന്ന് ചോദിക്കാം. ऐसा पूछ सकते हैं कि आग से बचाने वाले उस परमेश्वर के बारे में क्या आप कुछ जानते हैं? അവര് തീർത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. केवल एक ही बात वो पक्की तौर पे कहेंगे। അവര് പുറകോട്ട് ചിന്തിച്ചാൽ അവർക്ക് കിട്ടുന്ന ഒരേ ഒരു സന്ദേശം ഞാൻ പറയാം. अगर पीछे की ओर मुड़े तो उनको केवल एक ही संदेश मिलेगा, वही मैं आपसे कहूंगा। അവർക്ക് ന്യായപ്രമാണം അറിയാവുന്നത് കൊണ്ട് അത് എഴുതിയ മോശയെ കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം. मूसा के बारे में जानते हैं, जिन्होंने न्याय के बारे में लिखा। സീനായി പർവ്വതം 40 ദിവസം നിന്ന് കത്തി നിൽക്കുമ്പോ जब 40 दिन सिनाई पर्वत अग्नि से वो जल कर खड़ा था, 40 ദിവസം കഴിഞ്ഞ് തീക്കകത്തുനിന്ന് ഒരു മുടി പോലും കരിയാതെ ഒരു മനുഷ്യൻ ഇറങ്ങി വരികയാണ്. उन 40 दिनों के बाद उसी अग्नि में से एक ऐसा व्यक्ति नीचे उतर कर आ रहा है जिसका एक बाल भी नहीं जला। 40 ദിവസം തീക്കകത്ത് നിന്നിട്ട് വെന്തു പോകാതെ ഇറങ്ങി വന്ന മനുഷ്യൻ ഇവരുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. मैं समझता हूं कि वो व्यक्ति जो 40 दिन तक परमेश्वर की उपस्थिति में जो अग्नि के समान थी, उसमें रहकर वो बाहर निकल आया, वही व्यक्ति के बारे में उन लोगों ने उस वक्त सोचा होगा। ഈ തീ കരിച്ചു കളയുന്ന തീയല്ല, ഇത് നമ്മെ മാറ്റം വരുത്തുന്ന തീയാണ്. परमेश्वर की अग्नि हमको जला देने वाली अग्नि नहीं है, ऐसी अग्नि है जो हमें अलग खड़ा करती है। ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ലൈഫിൽ ചില സമയങ്ങളിൽ ഈ അഗ്നിയുടെ അഭിഷേകം തൊട്ട അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ട്. आप जो मुझे सुन रहे हैं, मैं जानता हूं आपके भी जीवन में कहीं ना कहीं ऐसे अनुभव हुए होंगे जहां इस अग्नि ने आपको छुआ है। ശിംശോനെ കെട്ടിയ കയറ് കരിഞ്ഞു പോയെന്നാണ് ദൈവത്തിന്റെ വചനം. शिमशोन को भी जिस रस्सियों से बांधा गया वो रस्सियां भी जल गईं। അങ്ങനെങ്കിൽ നമ്മുടെ ശരീരം കരിയാതെ കെട്ടിനെ കരിച്ചു കളയുന്ന ഒരു തീയുണ്ട്. अगर ऐसा है तो
बिना हमारे शरीर को जलाए हमारे बंधनों को जला देने वाला एक आग ऐसा है। ചില കെട്ടുകൾ ദൈവാത്മാവ് കരിച്ചു കളയും. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നീ ആരാധിക്കുമ്പോൾ നിന്റെ കെട്ട് ദൈവാത്മാവ് അതിനെ കരിച്ചു കളയും. जब पवित्र आत्मा की भरपूरी में आप आराधना करेंगे तो आपके बंधनों को भी परमेश्वर जला डालेगा। പുതിയ നിയമത്തിൽ നിന്ന് ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. नए नियम से मैं घटना को आपके सामने रखूंगा। ഈ യോഹന്നാൻ സ്നാപക യോഹന്നാൻ സ്നാനപ്പെടുത്താൻ സ്നാനക്കടവിൽ ഇറങ്ങി നിൽക്കുന്നു. जब यूहन्ना बपतिस्मा देने वाला बपतिस्मा देने के लिए उस पानी में उतरे, ആ സമയം യേശു കർത്താവ് സ്നാനപ്പെടാൻ വേണ്ടി യോഹന്നാൻ അരികിലേക്ക് ഇറങ്ങിച്ചെന്നു. उस समय यीशु मसीह भी बपतिस्मा लेने के लिए यूहन्ना के पास पहुंचे। ആ സമയം യോഹന്നാൻ ഒരു വെളിപ്പാട് കണ്ടു. उस समय यूहन्ना ने एक दर्शन देखा। കണ്ട വെളിപ്പാട് ഇതാണ്. वो दर्शन ऐसा था, യേശു കർത്താവ് ഒരു അഗ്നി നദിക്കകത്ത് ഇറങ്ങി നിൽക്കുന്നു. यीशु मसीह एक आग रूपी नदी में उतर रहे थे। എന്നിട്ട് വരുന്നവരെ ആ നദിക്കകത്ത് സ്നാനപ്പെടുത്തി കയറ്റിവിടുന്നു. और जो भी उनके पास आ रहे थे उन सबको वो अग्नि का बपतिस्मा दे रहा था। ഈ വെളിപ്പാട് താൻ കണ്ട ഉടനെ താൻ വിളിച്ചു പറഞ്ഞു, इस दर्शन को देखते ही उन्होंने यूहन्ना ने ऐसा कहा, ഞാനോ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തും, कि मैं तो तुम सबको पानी का बपतिस्मा देता हूँ, പക്ഷെ ഇവനോ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനപ്പെടുത്തും. लेकिन ये यीशु मसीह जो है वो आपको पवित्र आत्मा और उस अग्नि का बपतिस्मा देगा। അഗ്നിയുടെ അഭിഷേകത്തെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അനുഗ്രഹിതന ദൈവദാസനായിരുന്നു റെയ്നാഡ് ബോങ്കെ. परमेश्वर के दास रेनार्ड बोंके ऐसे थे जो अग्नि के उस अभिषेक को, पवित्र आत्मा के अभिषेक के बारे में बयान करते रहते थे। ഈ അഗ്നി അഭിഷേകം തന്റെ മേൽ വ്യാപരിച്ചതോടുകൂടി ഒരു ഭൂഖണ്ഡം പിടിക്കാനുള്ള ദൈവമഹത്വത്തിലേക്ക് ആ മനുഷ്യൻ പ്രവേശിച്ചു. इस अग्नि के अभिषेक को जैसे ही परमेश्वर ने उनके ऊपर उंडेला, उस अभिषेक के वजह से इस पृथ्वी के अनेक जगहों को उन्होंने परमेश्वर के लिए हासिल करने में परमेश्वर ने उन्हें सहायता की। ഇത് അഗ്നിയാണിത്, ये अग्नि है, ഇത് തീയാണിത്, ये आग है, ഇത് ദൈവമഹത്വം. ഈ ദൈവമഹത്വം ഇത് തീയാണ്, ഇത് അഭിഷേകത്തിന്റെ തീയാണ്. ये परमेश्वर की जो महिमा है वो अग्नि है, परमेश्वर की अग्नि है। അഗ്നിമയമായ നാവുകൾ അവർക്ക് കാണപ്പെട്ടു എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. बाइबल में लिखा है कि आग की सी जीभें फटती हुई दिखाई दी। പഴയ നിയമത്തിൽ അതിനോട് സമാനമായ ഒരു സംഭവത്തെ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. और पुराने नियम में एक मिला जुला हुआ एक घटना इसके साथ जुड़ा हुआ है। ഒരു തീയുടെ അഗ്നിരഥങ്ങൾ, അഗ്നി അശ്വങ്ങൾ ഏലിയാവിനെ പൊക്കിയെടുക്കാൻ ഇറങ്ങി വന്നു. एक अग्नि से भरा हुआ रथ ऐसा उतर कर आया जो एलिया को उठा के लेके जाने वाला था। തീ പിടിച്ച ശുശ്രൂഷയുള്ള ഏലിയാവിനെ പൊക്കിയെടുക്കാൻ അഗ്നിരഥം ഇറങ്ങി വരികയാണ്. एलिया की जो सेवकाई थी वो भी अग्नि से भरी हुई थी। उन्हीं को लेने के लिए अग्निमय रथ वहां पर परमेश्वर ने भेजे। ഇവിടെ 120 പേരുടെ മേലും ഒരു നാവ് വന്നു, അഗ്നിയുടെ നാവ്. इस जगह पर भी उस 120 लोगों के ऊपर ऐसी जीभें आई जो अग्नि की सी थी। ഈ നാവ് ഇറങ്ങി വന്നു, ഇവർ ആത്മാവിൽ അന്യഭാഷയിൽ ഇവർ സംസാരിക്കാൻ തുടങ്ങി. और जैसे ही जीभें उनके ऊपर उतरी वो अन्य भाषाओं में बात करने लगे। യേശു കർത്താവിന്റെ മേൽ പ്രാവ് പോലെ വന്നാണ് പതിഞ്ഞതെങ്കിൽ यीशु मसीह के ऊपर एक कबूतर की नाई उतरकर जो आए, ഇവരുടെ മേൽ നാവ് പോലെ വന്ന് പതിയുകയാണ്. इन 120 लोगों के ऊपर जीभ के समान, अग्नि जीभ के समान उतर आई। അതൊരു സൈനാണ്. കർത്താവ് അവരെ ഒന്ന് വെളിപ്പെടുത്തിയതാണ്, അവരുടെ മേൽ പകർന്നിട്ടുണ്ട് എന്നവർക്കൊന്ന് കാണിച്ചു കൊടുത്തതാണ്. ये परमेश्वर ने एक चिन्ह के तौर पे उन्हें दिखाया ताकि वो जान ले कि परमेश्वर ने ही इनको उन सब लोगों के ऊपर उंडेला है। ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷയിൽ അവർ സംസാരിച്ചു തുടങ്ങി. और जिस प्रकार आत्मा ने उन्हें बोलने की सामर्थ्य दी, उसी प्रकार वे अन्य भाषाओं में बोलने लगे। പണ്ട് പെട്ടകത്തിനകത്തുനിന്ന് നോഹ ഒരു പ്രാവിനെ പറഞ്ഞു വിടുന്നു. पुराने नियम में उस जहाज में से नूह ने एक पक्षी को भेजा। ആ പ്രാവ് പോയി ഒരു ഒലിവലയും കൊത്തിക്കൊണ്ട് അത് തിരിച്ചു പറന്നു വരികയാണ്.
वो जो पक्षी था वो ओलिव के पेड़ का एक पत्ता लेकर वापस आया। ആ സമയം നമ്മൾ ആ പക്ഷിയെ ഒന്ന് കയറി പിടിക്കുകയാണെന്ന് വിചാരിക്കും. अगर हम उस समय उस पक्षी को पकड़ लें, ആ പക്ഷിനെ കയറി പിടിച്ചു. हमने उस पक्षी को पकड़ लिया എന്നിട്ട് പക്ഷിയോട് പറയുകയാണ്, എവിടെ പോവാണ്, നിൽക്കിവിടെ. और हम उस पक्षी से कहें कि तुम कहाँ जा रहे हो, मेरे पास रुको। പക്ഷെ ആ പക്ഷിക്ക് നമ്മോട് പറയാൻ ഒരു സന്ദേശമുണ്ട്. लेकिन उस पक्षी के पास हमारे लिए एक संदेश है, എന്നെ വിടുക, मुझे छोड़ दें, എന്റെ വായിലിരിക്കുന്ന ഈ ഒലിവല്ല, मेरे मुंह में ये जो जैतून का पत्ता है, ഇരുട്ടിലിരിക്കുന്ന ഒരു കുടുംബത്തിന്, 8 മാസമായി ഇരുട്ടിലിരിക്കുന്ന ഒരു കുടുംബത്തെ പുറത്തു കൊണ്ടുവരാനുള്ള സന്ദേശമാണ് എന്റെ ചുണ്ടിലിരിക്കുന്നത്. ये एक ऐसा संदेश है जो उस परिवार के लिए है जो पिछले 8 महीने से अंधेरे में बैठे हुए हैं। എന്നെ വിടുക, मुझे छोड़ दें, എനിക്ക് അവരെ പുറത്തിറക്കേണ്ടതായിട്ടുണ്ട്. क्योंकि मैं इस संदेश के द्वारा उनको बाहर निकालना चाहता हूँ। നിന്റെ അതിരത്തിൽ നൽകുന്ന ആത്മശക്തിയുള്ള ആ വാക്കുകൾ ആയിരങ്ങളെ പുറത്തിറക്കേണ്ട വാക്കുകളാണ് ആത്മാവ് നിനക്ക് കൈമാറുന്നത്. आपकी जुबान पे जो परमेश्वर की शक्ति से भरे हुए वचन परमेश्वर देता है, वो ऐसे वचन हैं जिनके द्वारा हजारों की संख्या में लोगों को छुड़ाया जाना है। ഇരുട്ടിലിരിക്കുന്ന ജനം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടതിനെ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ ദൈവാത്മാവ് കൈമാറാൻ പോകുകയാണ്. परमेश्वर आपके ऊपर आत्मिक शक्ति को देना चाहता है, जिसके द्वारा आप उस अंधकार में बैठे हुए लोगों को उस उजियाले की ओर ला सके। കർത്താവ് പറയുന്നത് പരിശുദ്ധാത്മാവിനെ അധികം ചോദിക്കാനാണ് പറയുന്നത്. परमेश्वर यीशु मसीह कहते हैं कि पवित्र आत्मा को और भी मांगते रहो। നിനക്ക് ഏത് വിഷയമായിക്കൊള്ളട്ടെ, चाहे आपका विषय कैसा भी क्यों ना हो, പക്ഷെ ആത്മാവിനെ ചോദിക്കാനാണ് ദൈവത്തിന്റെ വചനം. परमेश्वर का वचन हमें सिखाता है हम पवित्र आत्मा को और भी बहुत आयत से मांगते रहे। ആത്മാവിനെ അധികം ചോദിച്ചാൽ എന്താണ് പ്രയോജനം? और उसका फल क्या होगा कि उसको हमें आत्मा को क्यों ज्यादा मांगना है? പരിശുദ്ധാത്മാവ് നിറയുന്നതനുസരിച്ച്, ദൈവശക്തി വ്യാപരിക്കുന്നതനുസരിച്ച് ബാക്കിയുള്ള സകല വിഷയങ്ങൾക്കും പരിഹാരം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. क्योंकि जितना हम पवित्र आत्मा में भरते जाएंगे, परमेश्वर के अभिषेक से भरते जाएंगे, उतना ही छुटकारा हमारे सारे विषयों में हमारे सामने प्रकट होते जाएंगे। പാർഥനും മേദിലും ഏലാമിലും മെസപ്പത്തോമിലും പൊന്തോസിലും ആസിയിലും ഫ്രുഗിയിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം 16 രാജ്യക്കാരുടെ ഭാഷയിൽ ഇവർ ദൈവത്തിന്റെ ഭാഷയിൽ ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. और वो उन 16 देशों के भाषाओं में परमेश्वर के कामों का बयान करने लगे। ആത്മാവിന്റെ ശക്തി അകത്തേക്ക് വ്യാപരിച്ചാൽ, आत्मिक शक्ति अगर हमारे अंदर काम करने लग जाए, ചിലതിനെ വിടുവിച്ചു കൊണ്ടുവരുവാനുള്ള ദൈവകൃപ നിന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. तो हमारे अंदर परमेश्वर ऐसे वरदानों को भी डालता है ताकि हम लोगों को छुड़ा सके। അഗ്നിയുടെ അഭിഷേകം നിന്റെ മേൽ കൈമാറാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. अग्नि के उस अभिषेक को परमेश्वर आपके ऊपर आज उंडेलना चाहता है। അതിന് ഒരുപാട് ആളുകളൊന്നും കൂടണ്ട. और उसके लिए अनेक लोगों के इकट्ठे होने की जरूरत नहीं। നീ നിന്റെ ദൈവവും മാത്രം മതി നീ ഇരിക്കുന്ന മുറിയിൽ തീ പിടിക്കാൻ. केवल आप और आपके परमेश्वर का होना काफी है। आप जिस कमरे में बैठे हैं वही परमेश्वर उस अग्नि के अभिषेक को भेजेगा। ഒരുത്തനും നിന്നോട് സപ്പോർട്ട് ചെയ്യണ്ട, നിന്റെ വീട്ടുകാരും നിന്നോട് സപ്പോർട്ട് ചെയ്യണ്ട. നീ ഇരിക്കുന്ന മുറിയിൽ ദൈവത്തിന്റെ മഹത്വം മാത്രം വെളിപ്പെട്ടാൽ മതി. ആ തീ നിന്റെ മേൽ ചലിക്കാൻ പോകുകയാണ്. आप किसी को सपोर्ट की, किसी के सहायक की जरूरत नहीं है। केवल आप और आपके परमेश्वर का होना जरूरी है। वो अग्नि का अभिषेक परमेश्वर आपके ऊपर प्रकट ഈ करेंगे। പകൽ ഞാൻ ആത്മാവിൽ കാണുകയാണ്, ചില ശരീരങ്ങളിലേക്ക് തീ വ്യാപരിക്കാൻ പോകുകയാണ്. आज सुबह के समय में देख सकता हूँ कई शरीरों पर वही अग्नि काम करने जा रही है। ചിലത് കരിച്ചു കളയാനുള്ള അധികാരം വ്യാപരിക്കുന്ന അഗ്നി നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. ऐसी अग्नि जिसको कुछ बंधनों को जलाने की शक्ति है, वही अग्नि आपके ऊपर काम करने जा रही है। ചില വർഷങ്ങളായി നിന്നെ മാനസികമായി കെട്ടിയൊതുക്കിയ അധികാരത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ
നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. परमेश्वर की शक्ति आपके ऊपर काम करने जा रही है, ताकि कई वर्षों से जिन शक्तियों ने, जिन बंधनों को आपको अधीन कर रखा है, उसको परमेश्वर तोड़ डाले, जला डाले. നാവിന്റെ കട്ടഴിയാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. हमारी जुबान के उस बंधन को खोलने के लिए परमेश्वर की आत्मा चाहती है. കെട്ടഴിഞ്ഞ് ഈ പകൽ പുറത്തു വരാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. परमेश्वर की आत्मा चाहती है कि बंधन खुलकर बाहर निकल आ जाएं. പരിശുദ്ധാത്മാവിന്റെ അധികാരം ദൈവാത്മാവ് നിന്റെ മേൽ ഈ പകൽ കൈമാറാൻ പോകുകയാണ്. पवित्र आत्मा के अधिकार को परमेश्वर आपके हाथ में देने जा रहे हैं. ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ടവർ പലരും പിന്മാറിപ്പോയി. നിന്റെ കുടുംബത്തിൽ നിന്ന് പലരും ആത്മസാന്നിധ്യത്തിൽ പുറകോട്ടിറങ്ങിപ്പോയി. പക്ഷെ ഞാൻ ആത്മാവിൽ കൈമാറുന്നു, നിന്റെ മേൽ ആ ദൈവശക്തി തിരിച്ചു തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. कई लोग पीछे मुड़ गए, परमेश्वर की शक्ति को पाकर भी अनेक लोग आपके परिवार में से ही पीछे हट गए. लेकिन आज के दिन में पवित्र आत्मा में होकर कहना चाहूंगा कि परमेश्वर उसी अभिषेक को आपके ऊपर डालना चाहता है. വേണ്ടാത്തവന് വേണ്ട, വേണ്ടാത്തവൾക്ക് വേണ്ട, മാറി നിൽക്കട്ടെ. നീ ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുക. जिनको इस शक्ति की जरूरत नहीं वो ना ले, लेकिन आप इस परमेश्वर की शक्ति को जरूर प्राप्त करें. എത്ര പേർക്ക് ഈ പകൽ ആത്മാവിന്റെ ശക്തിയിൽ നിറയാൻ ആഗ്രഹമുണ്ട്? कितने लोग आज चाहते हैं कि इसी आत्मा की शक्ति को प्राप्त करें? എത്ര പേർക്ക് ആത്മശക്തിയിൽ കർത്താവേ അഗ്നി എന്റെ മേലൊന്ന് തൊടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേർ എന്നെ കേൾക്കുന്നുണ്ട്? कितने लोग इच्छा करते हैं कि परमेश्वर वो आत्मिक अग्नि आज मुझे भी छू लेने पाए? അങ്ങനെയുള്ളവരുടെ മേൽ ഈ പകൽ നിന്റെ മുറിക്കകത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങാൻ പോകുകയാണ്. उन लोगों के ऊपर आपके ही कमरे में आज सुबह के समय परमेश्वर अपनी उपस्थिति को भेज रहा है. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കുക. अपने आंखों को परमेश्वर के सामने बंद करें. നാവുകൾ ചലിപ്പിക്കുവാൻ തയ്യാറാകുക. अपने जीवों को, अपनी जुबान को परमेश्वर के सामने खोलें. കരങ്ങളിലും കൈകളിലും ബന്ധിക്കപ്പെട്ടവരായി പൗലോസും ശീലാസും കിടക്കുമ്പോൾ ബന്ധനമില്ലാത്തൊരു നാവ് അവർക്കുണ്ടായിരുന്നു. जब पौलुस और सीलास कारागृह में थे, उनके हाथ और पांव बंधे हुए थे, लेकिन उनकी जुबान खुली थी. ഇന്ന് നമ്മുടെ കാലുകളും കൈകളും നല്ല ഫ്രീ ആണ്. आज हमारे हाथ और पैर बहुत फ्री हैं, खुले हैं. പക്ഷെ നമ്മുടെ നാവ് മാത്രം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. लेकिन आज हमारी जुबानें बंधी हुई हैं. ബന്ധിക്കപ്പെടാത്തൊരു നാവാണ് അപ്പോസ്തല പ്രവൃത്തി നമ്മെ പഠിപ്പിക്കുന്നത്. प्रेरितों के काम हमें ऐसे जीव के बारे में सिखाते हैं जिसको कोई बांध नहीं सकता. തീ പിടിച്ചൊരു നാവിനെയാണ് അപ്പോസ്തല പ്രവൃത്തി നമ്മെ പഠിപ്പിക്കുന്നത്. प्रेरितों के काम हमें सिखाते हैं उस अग्नि की जीवों के बारे में जिसे कोई भी पकड़ नहीं सकता. അല്പനിമിഷങ്ങൾ ബാക്കിയുള്ള സകല അവയവങ്ങളെക്കാൾ നാവിലേക്ക് തീ പടരാൻ ആഗ്രഹിക്കുന്ന എത്ര പേര് എന്നെ കേൾക്കുന്നുണ്ട്? कितने लोग आज मुझे सुन रहे हैं जो इच्छा करते हैं कि उनकी जुबान के ऊपर परमेश्वर की अग्नि आने पाए. നിന്റെ കെട്ടഴിയാൻ പോകുകയാണ്. आपके बंधन खुलने जा रहे हैं. ഫിനാൻഷ്യൽ മേഖലയിലുള്ള നിന്റെ കെട്ടഴിഞ്ഞിരിക്കും. फाइनेंशियल स्तर पे जो आपके बंधन है, परमेश्वर आज उसे खोलने जा रहा है. നിന്റെ കുടുംബത്തിൽ മാനസികമായി നിന്നെ ഒതുക്കി കളഞ്ഞതിന്റെ മേൽ നീ ആത്മാവിൽ ജയമെടുത്തിരിക്കും. जिस परिवार में रहकर आप मानसिक तौर पे सिकुड़ गए हैं, परमेश्वर उनमें से आपको बाहर निकाल. അസാധാരണമായ നിലയിൽ ദുർഭൂതങ്ങളുടെ മേൽ ജയമെടുക്കാൻ ദൈവം നിന്റെ മേൽ ഒരു അധികാരം കൈമാറുകയാണ്. असाधारण रीति से दुष्टात्माओं के ऊपर जय प्राप्त करने के लिए एक अभिषेक परमेश्वर आपको दे रहा है. ചില കുടുംബങ്ങളിൽ നിന്ന് അന്ധകാര പർവ്വതങ്ങൾ സമഭൂമിയാകാൻ പോകുകയാണ്. कई परिवारों के से ऊपर अंधकार से भरे हुए वो पर्वत जो है वो समान भूमि में बदलने जा रहा है. വർഷങ്ങളുടെ കെട്ട് 6 മണിക്കൂറിനുള്ളിൽ പൊട്ടിച്ച് ഇസ്രായേൽ ജനത്തെ പുറത്തിറക്കിയതുപോലെ സെക്കൻഡുകൾ കൊണ്ട് നിന്റെ മേൽ ഒരു ദൈവമഹത്വം ചലിക്കാൻ പോകുകയാണ്. कई वर्षों के बंधन को, बंधुआई को इजरायलियों में से परमेश्वर ने कुछ ही क्षण में हटा दिया. उसी तरह अनेक वर्षों के बंधन को परमेश्वर അന്യഭാഷ അതരത്തിൽ നൽകിയവർ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുക.
जिन जिन लोगों को परमेश्वर ने अन्य भाषा का वरदान दिया वो अन्य भाषा में परमेश्वर की स्तुति अन्य करें। ഭാഷ ദൈവാത്മാവ് നൽകിയവർ अन्य ഭാഷയിൽ സ്തോത്രം ചെയ്യുക. अन्य भाषा परमेश्वर से पाए हुए अन्य भाषा में परमेश्वर का धन्यवाद दें। നിന്റെ ബാക്കിയുള്ള അവയവങ്ങളെക്കാൾ നാവിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നതിനെ കുറിച്ചാണ് അപ്പോസ്തല പ്രവൃത്തി 2 പഠിപ്പിക്കുന്നത്. प्रेरितों के काम 2 हमें यही सिखाते हैं कि बाकी शरीर के बाकी अंगों से भी ज्यादा हमारी जुबान पर परमेश्वर अग्नि को भेजता है। പൗലോസിനെ പോലെ ശീലാസിനെ പോലെ കൈകൾ നിങ്ങൾക്ക് ബന്ധിക്കപ്പെട്ടിട്ടില്ല, കാലുകൾ നിങ്ങൾക്ക് ബന്ധിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ എനിക്കറിയാം ഈ വചനം കേൾക്കുന്ന പലരുടെ നാവ് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. बंधे नहीं है, लेकिन मुझे सुनने वालों के लिए मैं जानता हूँ कईयों की जुबान इस वक्त बंधी है. കേട്ടടിയാ ഞാൻ അഭിഷേകത്തോടെ കൽപ്പിക്കുകയാണ്. उस अभिषेक से मैं आज्ञा देता हूँ कि वो सारे जुबान के बंधन खुल जाने पाए. ആയിരങ്ങളോട് തീ പിടിച്ച് ആത്മാവിന്റെ ആലോചന അറിയിക്കാൻ കെട്ടപ്പെട്ട് കിടക്കുന്ന ചില കുടുംബങ്ങളിൽ നിന്ന് ചിലതിനെ പുറത്തിറക്കാൻ നിന്റെ മേലെ നിന്റെ നാവിന്റെ മേൽ തീ ഇറങ്ങാൻ പോകുകയാണ്. मैं प्रार्थना करता हूँ कि अग्नि उतरने पाए ताकि आप अपने परिवार अपने निकट के लोगों के जितने भी बंधन है उन सबको खोल कर परमेश्वर आपको इस्तेमाल कर पाए. ദൂത് പറഞ്ഞുകൊണ്ടിരുന്ന നിന്റെ നാവാണ് അടഞ്ഞത്. आप परमेश्वर का संदेश को कहते थे, आपकी ही जुबान आज बंद है. പ്രവചിച്ചുകൊണ്ടിരുന്ന നിന്റെ നാവാണ് അടഞ്ഞത്. आप भविष्यवाणी करते थे लेकिन आज आपकी जुबानें बंद ही गई हैं. अन्य ഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന നിന്റെ നാവാണ് അടഞ്ഞത്. अन्य भाषा में आप कहते थे लेकिन आज आपकी जुबान बंद है. ആത്മാവിൽ നിറഞ്ഞു ദൈവത്തിന്റെ മഹത്വം തീ പിടിച്ച നിന്റെ നാവാണ് അടഞ്ഞത്. आत्मा में भरे हुए आपकी जो जुबानें थी जो अग्नि से भरी हुई थी उसी को आज वो बंधन में है. കേട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്ന നിന്റെ നാവാണ് അടഞ്ഞത്. आप प्रचार करते थे लेकिन आज आपकी जुबानें बंद है. വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരുന്ന നിന്റെ നാവാണ് അടഞ്ഞത്. दर्शन आप कहते थे लेकिन आज आपकी जुबानें बंद हैं. അപ്പോസ്തല പ്രവൃത്തി 2 തീ പിടിച്ചൊരു നാവിനെ പരിചയപ്പെടുത്തുകയാണ്. अब प्रेरितों के काम 2 अध्याय में एक अग्नि जीवों के बारे में हमें परिचय दिया गया है. അവോ ധിനാരകെ സമക്ഷസി അന്തർ ജഗൽക്കനാസി ആരശമന വൈശസിയാര ആത്മാവിൽ സ്തോത്രം ചെയ്തേ. സകല ദൈവമക്കളും ഒന്നിച്ച് ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്തേ. അവൻ എന്റെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ദൈവത്തിന്റെ വചനം परमेश्वर का वचन कहता है कि वो अभिषेक करेगा. അടുത്ത വേട് പറയുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞു പോയി. तेल से मेरा अभिषेक करेगा और मेरा जो पात्र है वो उमड़ जाएगा. അടുത്ത വചനം പറയുന്നു, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. अगला वचन कहते हैं कि निश्चय करुणा और भलाई मेरे जीवन काल तक मेरे संग रहेगी. തലയിൽ അഭിഷേകം ഉണ്ടെങ്കിൽ ബാക്കി സകലതും നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും. अगर आपके सिर पर अभिषेक है तो बाकी सारी यस लॉर्ड. തലയിൽ അഭിഷേകം ഉണ്ടെങ്കിൽ ബാക്കി മുഴുവൻ നന്മയും നിന്നെ പിന്തുടർന്നിരിക്കും. अगर आपके सिर पर परमेश्वर का अभिषेक है तो बाकी सारी चीजें എല്ലാത്തേക്കാൾ വലുത് അഭിഷേകമാണെന്ന് തീരുമാനിക്കുക. आप ये निर्णय कर लें कि सब സകലത്തേക്കാൾ വലുത് അഭിഷേകമാണെന്ന് തീരുമാനിക്കുക. अभिषेक है. हर चीज ആത്മശക്തി കൊണ്ട് ദൈവാത്മാവ് നിന്നെ നിറയ്ക്കാൻ പോകുകയാണ്. आत्मशक्ति के द्वारा परमेश्वर की ആത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണോ? സകല നന്മയും ദൈവാത്മാവ് തുറക്കാൻ പോകുകയാണ്. സകല നന്മയും ദൈവാത്മാവ് തുറക്കാൻ പോകുകയാണ്. 2021 നീ ഐശ്വര്യമായ ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ പോകുകയാണ്. अनेक आशीषों से परमेश्वर आपको भरने जा रहा है. 2021 में हर प्रकार की आशीषें परमेश्वर आप पर खोलने जा रहा है. കെട്ടുപൊട്ടി രംഗത്ത് വരാൻ പോകുകയാണ്. നീ നിന്റെ കുടുംബത്തിൽ നിന്ന് ആളുമാറാതെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവജനത്തെ ദൈവാത്മാവ് അയക്കാൻ പോകുകയാണ്. आप बिल्कुल एक नए इंसान की तरह उस आत्मिक शक्ति के द्वारा आप परमेश्वर की सेवकाई में परमेश्वर आपको भेजने जा रहा है. നാവിന്റെ കെട്ടഴിയട്ടെ, തലയിൽ എണ്ണ കയറട്ടെ, ദൈവമഹത്വം ചലിക്കട്ടെ. जुबान के बंधन खुल जाएं, आपके सिर पर अभिषेक होने पाए और परमेश्वर के कई काम आपके ऊपर होने पाए. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. इन वचनों के द्वारा परमेश्वर हम सबको आशीष देने पाए.
ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഒന്നിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर के दास को मैं धन्यवाद देना चाहूंगा। परमेश्वर हम सबको आशीष देने